നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കൊല്ലം ജില്ലയിൽ തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ മനോഹരമായ അഷ്ടമുടിക്കായലിൻ്റെ ഓരം ചേർന്നുള്ള കോയിവിള എന്ന ഗ്രാമം. ഈ പ്രകൃതി മനോഹാരിത ആസ്വദിക്കുവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഈ പടവിനടുത്ത് താമസിക്കുന്നു. സെന്റ് ആന്റണീസ് ഹൗസിൽ ശ്രീ മനോജ് ആന്റണിയുടെ കുടുംബം. ഇദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്. ഭാര്യയും 2 മക്കളുമൊത്ത് ഇവിടെ താമസിക്കുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞ് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. മനോജ് ആൻ്റണിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ലതാ സേവ്യർ. 2 വർഷം കൊണ്ട് ഈ പയ്യന് സുഖമില്ലാതായിട്ട് ക്യാൻസർ രോഗമാണ്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ പയ്യന് വേണ്ടി സാമ്പത്തിക സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവർ ഹോസ്പിറ്റലിൽ പോക്കിനും കാര്യത്തിനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 മക്കളാണ് ഉള്ളത്. നിങ്ങളാലാവുന്ന സഹായം എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഇന്ന് കീമോതെറാപ്പിക്കും മറ്റ് ചികിത്സകൾക്കുമായി പണമില്ലാതെ വിഷമിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളായ 2 മക്കളും ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബം വല്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിലാണ്. എൻ്റെ പേര് മേരി മരാൻ്റെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മനോജ്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. മൂത്താക്കയുടെ പേര് മെൽവിൻ മനോജ്, 2ാമത്തെ ആക്കയുടെ മിലൻ മനോജ്. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്നതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പം കുറേ നാൾ നാട്ടിൽ തന്നെ ആയിരുന്നു. 11 കൊല്ലം നാട്ടിൽ തന്നെ നിന്ന്. എന്നിട്ടാണ് പിന്നെ ഗൾഫിലോട്ട് കയറിപ്പോയത്. ഗൾഫിൽ പോയി കുറേ നാൾ, ഒരു 8 മാസം അവിടെ നിന്നോളൂ. അപ്പോഴത്തേന് ഹസ്ബൻഡിന് ഇത് കണക്ക് സുഖമില്ലാതെ വന്ന് പൈൽസിൻ്റെ അസുഖം, ബ്ലഡ് പോക്കുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് പോക്ക് കാരണം അവിടെ ഒരു ഹോസ്പിറ്റലിൽ 5 ദിവസം കടന്ന് അങ്ങനെ അവിടെ ബ്ലഡൊക്കെ ഇറക്കി. 4 കുപ്പി ബ്ലഡ് അവിടെ ഇറക്കി. അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ച് കയറി വന്നു, നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ NS എന്ന് പറയുന്ന കൊല്ലത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം ഇത് കണക്ക് അവിടാണ് ക്യാൻസർ എന്ന അസുഖം. അവിടാണ് നമ്മൾ പൈൽസിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞാണ് പോകുന്നത്. ആൾക്ക് ഒത്തിരി വർഷം കൊണ്ട് ഈ അസുഖം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് അത് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ അത് ഇരുന്ന് അത് ഒരു സ്റ്റേജ് വല്ലാത്തൊരവസ്ഥയായി. അപ്പോഴത്തേന് പിന്നെ ഇത് കണക്ക് നമ്മൾ NS പോയി കാണിച്ചപ്പം അവിടാണ് ഈ ക്യാൻസർ എന്ന അസുഖമാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ അവർ പിന്നെ നമുക്ക് നേരെ അവിടെ കുറേ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അവിടെ തന്നെ 1 മാസത്തോളം ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇത് കണക്ക് അവിടെ നിന്ന് ഡോക്ടർ തന്നെ RCCയിലോട്ട് റെഫർ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ RCCയിൽ പോയി. പിന്നെ ആദ്യം കുറേ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പിന്നെ ഇപ്പം ആദ്യം റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 25 റേഡിയേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി എന്ന് പറഞ്ഞാൽ അത് ഈ കുടലിനാണ് ഈ ക്യാൻസർ ബാധിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. അന്നേരം നമുക്ക് ആ വന്ന ഭാഗം എടുത്ത് കളഞ്ഞിട്ട് സർജറി ചെയ്യാം. കൊളസ്ട്രോൾ ബാഗ് ഇട്ടിരിക്കുന്ന സർജറിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മോശം പോകുന്ന ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് വയറിൻ്റെ സൈഡിന് കൊളസ്ട്രോൾ ബാഗ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ 25 റേഡിയേഷൻ കഴിഞ്ഞ് നമ്മൾ സർജറി സ്റ്റാർട്ട് ചെയ്ത്. സർജറി കഴിഞ്ഞിട്ട് പിന്നെ കീമോ ഉണ്ടായിരുന്നു. കീമോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കീമോ കംപ്ലീറ്റ് ആയിട്ടില്ല.
അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കീമോ 1 മാസത്തിൽ 2 എണ്ണം വെച്ചാണ് കീമോ. അങ്ങനെ 8 കീമോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം കീമോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞും പിന്നെ ഇപ്പം സർജറിയൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ചെക്കപ്പിനും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കീമോയും ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മനോജ് ഒരു കാലത്ത് തൻ്റെ വീടിനരികെയുള്ള കായലിൽ കായൽപ്പണി ചെയ്ത് കുടുംബം പുലർത്തുകയായിരുന്നു. വിദേശത്തേക്ക് പോകുവാൻ അവസരം വന്നപ്പോൾ അതനുസരിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്തു വരികയാണ് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. ആദ്യം നിസ്സാരമെന്ന് തോന്നിയ രോഗം പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ വിശദമായ പരിശോധനകൾ നടത്തുകയും തുടർന്ന് മാരകമായ ഈ രോഗമാണെന്ന് തിരിച്ചറിയുകയുമാണ് ഉണ്ടായത്. ഞങ്ങൾ താമസിക്കുന്നത് കൊല്ലത്തുള്ള സ്ഥലത്ത് കോയിവിളയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ഇടവക പാവമ്പ ഇടവകയാണ്. എനിക്ക് 2 ആമക്കളുണ്ട്. അവരെ പഠിപ്പിക്കാനായിട്ട് എനിക്കിപ്പം നിവൃത്തി ഇല്ല. ഹസ്ബൻഡ് ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെതായിരുന്നു. അതിപ്പോൾ നമുക്ക് നിലച്ചതുകൊണ്ട് ഇപ്പം നമുക്കൊരു വരുമാനമില്ല. എനിക്കൊരു ജോലിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിനെ നോക്കുന്നത് കൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോകാനും പറ്റുന്നില്ല. 2 പൊടി മക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ അവരിവിടുത്തെ പയ്യൻകുളത്ത് ഗവൺമെൻറ് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ഒരാൾ 3ലും ഒരാൾ 4ലുമാണ് പഠിക്കുന്നത്. അപ്പം മക്കളെ പഠിപ്പിക്കാനായിട്ടും വീട്ടിലെ ചിലവും സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിന് ചികിത്സയ്ക്കാണെങ്കിലും അപ്പോഴും ഹോസ്പിറ്റലിൽ പോയി വരുന്ന ചെക്കപ്പിനുള്ളതാണെങ്കിലും മൊത്തത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിക്ക് ഒന്നും മക്കളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നോക്കാനോ എടുക്കാനോ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. 2 പൊടി മക്കളാണ്. ഇനി അവരുടെ മുമ്പോട്ടുള്ള പഠിപ്പും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അത് വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തെ ജോലി അസുഖം കാരണം നിർത്തിപ്പോരേണ്ടി വന്നു. പിന്നീട് ചികിത്സകൾ തുടങ്ങി. RCCയിലെ ചികിത്സയുടെ ഭാഗമായി ഇപ്പോൾ സർജറി കഴിഞ്ഞ് തുടർ ചികിത്സയായ കീമോതെറാപ്പി തുടരുന്നു. ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുള്ള ഈ ചികിത്സകൾ തുടരാൻ സാമ്പത്തികം കണ്ടെത്താനാവാതെ ഇപ്പോൾ വിഷമിക്കുന്നു. ഈ തരുണത്തിലാണ് ഇവർ ഗുഡ്നസ് TVയിലെ ശമരിയൻ എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. ഇപ്പം ചികിത്സ ഞങ്ങൾ 2 കൊല്ലമായിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പം 2 കൊല്ലമായി. അതിന് ചികിത്സിച്ച പൈസ 8-9 ലക്ഷം രൂപ നമുക്കിപ്പം ഇതിനകത്ത് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. മൊത്തം നമ്മൾ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചാണ് നമ്മളിപ്പം ഈ ചികിത്സയിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അവർ പറയുമ്പോൾ ഡേറ്റിനെല്ലാം നമ്മൾ ചെല്ലണം. പിന്നെ പോക്ക് വരവ് ചെറിയ കാര്യങ്ങളും അതാണ് മെയിനായിട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലതുപോലെ ഉണ്ട്. പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചാണ് നമ്മൾ ഇപ്പം ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സ എന്നതിനേക്കാൾ ഉപരിയായി മനോജും കുടുംബവും അനുഭവിക്കുന്ന വ്യഥ പിഞ്ചുമക്കളുടെ ഭാവിയെ ഓർത്താണ്. അവരുടെ വിദ്യാഭ്യാസവും ഭാവിയും കരുപിടിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ട സമയത്ത് ഒരു രോഗിയായി വീട്ടിൽ ഒതുങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇവരെ കൂടുതൽ ഉത്കണ്ഠാകുലരാക്കുകയാണ്. സുഖമില്ല കിടക്കുന്ന ആൾ മനോജ് എന്ന് പറയുന്ന പയ്യൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ചായ കച്ചവടം ചെയ്യുന്ന നൈറ്റ് കച്ചവടം ചെയ്യുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളും ഭാര്യയും ഉണ്ട്. സുഖമില്ലാതെ ഇപ്പം വളരെ കാലം കൊണ്ട് കിടപ്പാണ്. പറ്റുന്നവർ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജീവിതയാത്രയുടെ ഇടയ്ക്ക് വച്ച് തന്നെ തളർന്നു പോകുന്ന ഒരവസ്ഥ.
ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ കാണുന്ന ഒരു ശൂന്യത. ഇത് എല്ലാവരെയും നിരാശരാക്കുന്ന ഒന്നാണ്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന സഹജീവികൾക്ക് നൽകുന്ന സ്നേഹസാന്ത്വനം തന്നെയാണ് ഇവരെ പ്രത്യാശാപൂർവം കാത്തിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഗുഡ്നസ് ചാനലിൽ നിന്ന് ഇതെനക്ക് വിളിച്ചിട്ട് ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇവിടെ നിന്നപ്പോൾ സമയത്ത് ഇപ്പോൾ ആഹാരം കൊടുത്തപ്പം ഓർക്കാനും ഛർദിലും ഒക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിന്നപ്പോഴാണ് അവിടെ നിന്ന് ഗുഡ്നസ് ചാനലിൽ നിന്ന് വന്നത്. ഇത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ പോകുന്നത്. ഇതെല്ലാം സാമ്പത്തികമാണ് മെയിനായിട്ട് മൊത്തത്തിൽ നിൽക്കുന്നത്. സഹായിക്കാനോ എടുക്കാനോ പ്രത്യേകിച്ച് ആരുമില്ല. എനിക്കൊരു ജോലിക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റുന്നതുമില്ല. പിന്നെ 2 കുഞ്ഞു മക്കളാണുള്ളത്. അവരെ കാര്യം ബുദ്ധിമുട്ടാണ്. ഈ കുടുംബം കടന്നു പോകുന്ന ദുഃഖവഴികളിലെ ഇരുളകറ്റുവാൻ നമുക്കാവട്ടെ. എന്നും ശമര്യനിലൂടെ നിങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് പ്രത്യാശയും പ്രവർത്തനോർജവും പകരുന്നതാണ്. പ്രധാനമായിട്ട് സാമ്പത്തികമാണ്. സാമ്പത്തികത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നല്ല വിഷമമാണ്. സഹായിക്കാനും എടുക്കാനും പ്രത്യേകിച്ച് ആരുമില്ല. അതുകൊണ്ട് ഈ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ, ഇത് കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യണം വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇവരുടെ കണ്ണീരൊപ്പുവാൻ ഈ കൊച്ചുമക്കളുടെ നല്ല ഭാവിയെ തടസ്സപ്പെടുത്തുന്ന ഈ ദുരവസ്ഥയിൽ ഇവർക്ക് പ്രത്യാശയുടെ പരിലാളനമായി മാറുവാൻ നിങ്ങളോട് പ്രാർത്ഥനാപൂർവം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുടെ വഴിത്താരയിലേക്ക് നമുക്ക് ഇവരെ കൈപിടിച്ചാനയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ശ്യാമൽ ശശി എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. ഈ സമറിയാൻ പ്രോഗ്രാം കണ്ട് അതിനോട് നല്ലവരായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ സഹകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1,80,000 രൂപ പിരിഞ്ഞു കിട്ടുകയുണ്ടായി. ഈ ശ്യാമൽ ശശിക്ക് ചെറുപ്പം മുതലേ ഡയബറ്റീസ് ഉണ്ട്. അതുകൂടെ ഇടയ്ക്കിടയ്ക്ക് എപ്പിലെപ്സി ഉണ്ടാകും. അങ്ങനെ പലവിധ രോഗങ്ങളാൽ വലയുന്ന ഒരു മകനാണ്. ഇപ്പോഴും 34 വയസ്സുണ്ട്. അമൃതയിലായിരുന്നു ചികിത്സിച്ചു കൊണ്ടിരുന്നത്. അവൻ്റെ പിതാവ് 3 വർഷം മുമ്പ് മരിച്ചുപോയി. അമ്മ ശാന്തയാണ് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത്. അവരും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഈ സാഹചര്യത്തിൽ പിതാവിൻ്റെ മരണശേഷം അവർക്ക് അമൃതയിൽ പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ചിലവുകളുണ്ട്. ധാരാളം മരുന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു, വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നു. മറ്റ് പല ചിലവുകളുമൊക്കെ നിർവഹിക്കാനായിട്ട് നിർവാഹമില്ലാതെ വന്നപ്പോഴാണ് ഗുഡ്നസ് ടിവിയെ സമീപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഗുഡ്നസ് ടിവിയിലൂടെ നല്ലവരായ പ്രേക്ഷകരെ അറിയിക്കാനായിട്ട് ഇടയായത്. ഇവിടെ പുളിയനത്താണ് ഇവരുടെ വീട്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടിവിയിലെ പ്രോഗ്രാം കണ്ട് നമുക്ക് 1,80,000 രൂപ സമാഹരിക്കാൻ സാധിച്ചു. ആ തുക
ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഞാനിപ്പോൾ ശ്യാമൽ ശശിയുടെ മാതാവ് ശാന്തയെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേര് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ ശ്യാമൽ ശശി എന്ന മകനെ ഗുഡ്നസ് ടിവി പരിചയപ്പെടുത്തിയപ്പോൾ നല്ലവരായ പ്രേക്ഷകർ വളരെ ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൈമാറുന്നതിനും ഗുഡ്നസ് ടിവിക്ക് സാധിച്ചത്. എനിക്ക് ഉറപ്പുണ്ട്, ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരാരും വലിയ ധനികരൊന്നുമല്ല. അവർ പലരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള അവരുടെ ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം വെച്ചാണ്, അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള അത്യാവശ്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായിട്ട് തയ്യാറാകുന്നത്. അവരുടെ എല്ലാ നല്ല മനസ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയവരിലൊരുവന് നിങ്ങൾ ഇത് ചെയ്തു തന്നപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ധാരാളമായിട്ട് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ദൈവം വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള എല്ലാ അവസരവും സാഹചര്യവും നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശ്യാമൽ ശശി എന്ന മകനെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനിയും അദ്ദേഹത്തിൻ്റെ രോഗ അവസ്ഥയിൽ ദൈവം ഇടപെട്ട് അദ്ദേഹത്തിന് രോഗസൗഖ്യവും ആരോഗ്യവും നൽകണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ടും അദ്ദേഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. യേശുവിനായിരം നന്ദി. എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് സഹായിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ മോൻ്റെ പേരിലും ഞാൻ 1000 നന്ദി പറയണു. അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛനും 1000 നന്ദി. അതുപോലെ തന്നെ ഈ ഗുഡ് ന്യൂസ് ചാനലിൻ്റെ പ്രവർത്തകർക്കും 1000 നന്ദി.